ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമിസ്റ്റർ ഇക്കാരുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1 ആറാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം. ഓക്കെ, വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം, ക്ലാസ്സിലേക്ക് പോകാം. ആറാമത്തെ ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റ് ഡച്ച് ഇൻ കേരള എന്നാണ്. കേരളത്തിലെ ഡച്ചുകാരെ കുറിച്ചാണ്. അതായത് ഡച്ചുകാർ കേരളത്തിൽ വന്നിട്ട് എന്തെല്ലാം സംഭവവികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം അവരുടെ സംഭാവനകളാണ്, ഡച്ചുകാരുടെ വിവിധ മേഖലകളിലുള്ള സംഭാവനകളാണ് നോക്കുന്നത്. ആദ്യം വരുന്നത് കലാരംഗത്തെ സംഭാവനകളാണ്. ചിത്രകലയിലാണ് ആദ്യം പറയുന്നത്. ഡച്ചുകാരുടെ വരവോടുകൂടി യൂറോപ്യൻ ചിത്രകല അല്ലെങ്കിൽ ചിത്രശൈലികൾ കേരളത്തിൽ പരിചയപ്പെട്ടു. പ്രത്യേകിച്ച് യഥാർത്ഥ ചിത്രീകരണത്തിനും അതുപോലെ തന്നെ ആകൃതിപരമായ ആലേഖനത്തിനും ഇവർ പ്രാധാന്യം നൽകിയിരുന്നു. പഴയ കൊച്ചി കോട്ടയിലും അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലുമുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോഴും ഇവരുടെ സ്വാധീനത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി ഹസ്തകല, അതായത് കൈകൊണ്ടുണ്ടാക്കുന്ന വിദ്യകളിൽ കഞ്ചാവ്, മഞ്ഞൾ, നാടൻ വസ്തുക്കൾ തുടങ്ങിയവയുടെ അലങ്കാര നിർമ്മാണം വ്യാപകമായിട്ട് വിപണനം ചെയ്യപ്പെട്ടു ഈ കാലഘട്ടത്തിൽ. ഇത് ഹസ്തകലയുടെ വളർച്ചയ്ക്കും പ്രചാരത്തിനും വഴി തുറന്നു. ഇനി വാസ്തുവിദ്യാരംഗത്തെ സംഭാവനകളാണ്. ഡച്ച് ആർക്കിടെക്ചർ കേരളത്തിലെ പൗരാണിക വാസ്തു ശൈലിയുമായിട്ട് ലയിച്ചു. അതായത് കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന, അവർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ശൈലിയുമായിട്ട് ലയിച്ചു. ഇവ കൂടി ചേർന്നിട്ട് ഒരു പുതിയ ഇൻഡോ ഡച്ച് ആർക്കിടെക്ചർ എന്നൊരു പുതിയ ശൈലി രൂപം കൊണ്ടു. കൊട്ടാരങ്ങൾ, ഗോഡൗണുകൾ, മട്ടാഞ്ചേരി ഡച്ച് പാലസ് എന്നിവിടങ്ങളിലൊക്കെ ഈ ശൈലി നമുക്കിന്നും കാണാൻ കഴിയും. വലിയ ജനലുകളും വായുപ്രവാഹത്തിനുള്ള സൗകര്യമുള്ള വ്യവസ്ഥകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നിർമ്മാണ ശൈലിയാണ് ഇൻഡോ ഡച്ച് ശൈലി എന്ന് പറയുന്നത്. കട്ടിയുള്ള ഭിത്തികൾ, വളഞ്ഞ വാതിലുകൾ, ഉയർന്ന മേൽക്കൂരകളൊക്കെ ഈ നിർമ്മാണ ശൈലിയുടെ പ്രധാന പ്രത്യേകതകളാണ് അല്ലെങ്കിൽ ഘടകങ്ങളാണ്. ഇനി സാഹിത്യരംഗത്തെ സംഭാവനകൾ എന്ത് നോക്കുക. ഡച്ച് ഭാഷയിലെ പുരാതന ശൈലികൾ കേരളത്തിലെ ചരിത്രം, ഭൂപടങ്ങൾ, ലേഖനങ്ങൾ തുടങ്ങിയവ ആധികാരികമായ ചരിത്രരേഖകളായിട്ട് ഇന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഡച്ച് പണ്ഡിതന്മാർ മലയാളം പഠിക്കുകയും ഭാഷയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഏത് ഭാഷയെ? മലയാള ഭാഷയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ അധിനിവേശ ചരിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ആധുനിക കേരള സാഹിത്യത്തിലെ ചില കൃതികളും ഉണ്ടായിട്ടുണ്ട്. ഇത്രയാണ് അവരുടെ സംഭാവനകൾ. അപ്പോൾ ഏതെല്ലാം രംഗങ്ങളിലാണൊക്കെ വന്നത്? ഒന്ന് കലാരംഗത്ത്, പിന്നെ ഹസ്തകലാരംഗത്ത്. കലാരംഗത്ത് തന്നെയുള്ളത് അതിൽ പെടുന്നതാണ് ഏതൊക്കെ? ചിത്രകല, ഹസ്തകല അല്ലേ. പിന്നെ ഒരു ആർക്കിടെക്ചർ, വാസ്തുവിദ്യാരംഗത്ത് സംഭാവനകൾ. പിന്നെ അവരുടെ പ്രധാനമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഭാഷയിൽ അല്ലെങ്കിൽ സാഹിത്യ രംഗത്തുള്ള സംഭാവനകൾ കേട്ടോ. ഇത്രയാണ് അവരുടെ ഡച്ചുകാരുടെ സംഭാവനകളായിട്ട് നമുക്ക് പഠിക്കാം. ഇനി മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ ഘടന, അത് കുറിച്ച് പഠിക്കേണ്ട. നാടുവാഴികൾ, ദേശങ്ങൾ, പ്രാദേശിക നായകന്മാരൊക്കെ തുടങ്ങിയ മധ്യ അധികാരികളുടെ ഇടയിൽ തിരുവിതാംകൂർ സ്വതന്ത്രമല്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ട് ശിഥിലമായൊരവസ്ഥയിലിരിക്കുന്ന സമയത്താണ് വർമ്മ തിരുവിതാംകൂറിൻ്റെ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ മധ്യവർത്തികളൊക്കെ എതിരെ കർശനമായ നടപടികളെടുത്തുകൊണ്ട് കേന്ദ്രഭരണത്തെ ആദ്യം ശക്തമാക്കി. തൻ്റെ കീഴിലെ പ്രദേശങ്ങളെ ഏകോപിപ്പിച്ച് അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിച്ച് വിപുലമായ സംയുക്ത തലസ്ഥാന ആസ്ഥാനമായിട്ട് പത്മനാഭപുരത്തെ അദ്ദേഹം വികസിപ്പിച്ചു. അങ്ങനെ തിരുവിതാംകൂർ ഒരു ഏകാധിപത്യ കേന്ദ്രഭരണ സംവിധാനത്തിൻ്റെ കീഴിലായി. ആരുടെ കീഴിൽ? മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ. 1750 മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ചെയ്തു? പത്മനാഭ ദാസൻ എന്ന നിലയ്ക്ക് ഭരണം നടത്തി. ഇതോടുകൂടി നിയമിതനായ ഒരു സ്വതന്ത്ര ഭരണാധികാരിയാണ് അദ്ദേഹം എന്നൊരു സൂചന ആളുകൾക്ക് കിട്ടി. വിദേശികളുടെ പരിശീലനത്തിന് കീഴിൽ ഫലപ്രദമായ ഒരു ആധുനിക സൈന്യം, ആയുധങ്ങൾ എന്നിവ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ഒരു സമുദായികാധിഷ്ഠിത സൈനിക സംവിധാനമാണ് അദ്ദേഹം നിർമ്മിച്ചെടുത്തത്. ഇത് ഐക്യ കേരളത്തിൻ്റെ ഒരു സങ്കല്പത്തെ കൂടി മുൻകൂട്ടി കാണുന്ന രീതിയിലുള്ളൊരു നിർദ്ദേശമായിരുന്നു. റവന്യൂ വിഭാഗം, സൈനിക വിഭാഗം, ആഭ്യന്തര നിയന്ത്രണം എന്നിവ അദ്ദേഹം പ്രത്യേകം ശാഖകളാക്കി തിരിച്ചുവെച്ച് എല്ലാ കാര്യങ്ങൾക്കും രാജാവിൻ്റെ കാര്യക്ഷമമായ മേൽനോട്ടം ഉറപ്പാക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്കൊപ്പം ഡച്ചുകാർക്കെതിരെ ചങ്ങനാശ്ശേരി യുദ്ധത്തിൽ അദ്ദേഹം വിജയം നേടി. തുടർന്ന് ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് തന്ത്രപരമായ സഖ്യങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ തിരുവിതാംകൂർ ആധുനിക ആഭ്യന്തര വിദേശ നയങ്ങളിൽ കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെച്ചു. മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലം തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ രൂപീകരണത്തിൻ്റെ ശക്തമായ ഒരു ഘട്ടമായിട്ടാണ് അടയാളപ്പെടുത്തപ്പെടുന്നത്. അദ്ദേഹം കേന്ദ്ര ഭരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും സംസ്കൃതിയുടെ മറവിൽ ഭരണാധികാരം ആധ്യാത്മികതയുമായിട്ട് സംയോജിപ്പിക്കുകയും ചെയ്തു. അതിനാണ് പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചിട്ടുള്ളത് കേട്ടോ. സൈന്യത്തിൻ്റെയും അതുപോലെ ഭരണകൂടത്തിൻ്റെ സാമ്പത്തിക സംവിധാനത്തിൻ്റെയൊക്കെ നവീകരണം വഴി അദ്ദേഹം തിരുവിതാംകൂറിനെ ഒരു ആധുനിക രൂപത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇത്രയാണ് തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക്. ഇനി കേരളത്തിലെ സമ്പദ്ഘടനയിൽ ഡച്ചുകാരുടെ സ്വാധീനം. ഡച്ചുകാർ കയറ്റുമതിയിൽ ശ്രദ്ധിച്ചിരുന്നു. ഇഞ്ചി, കാപ്പി, നാരങ്ങ, അതുപോലെ ചുമന്ന മണൽ എന്നിവയുടെ കയറ്റുമതിയാണ് ഡച്ചുകാരുടെ പ്രധാന താല്പര്യം. ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വളരാനും പുതിയ വിപണന സംവിധാനങ്ങൾ രൂപപ്പെടാനൊക്കെ സഹായിച്ചെങ്കിലും കുരുമുളക് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ അതിന് മാത്രം കൃഷിക്ക് പ്രോത്സാഹനം നൽകിയപ്പോൾ അത് മറ്റു കൃഷികളെയൊക്കെ എന്ത് ചെയ്തു, തളർത്തുകയാണ് ചെയ്തത്. കൊച്ചി, മട്ടാഞ്ചേരി, കൊടുങ്ങല്ലൂർ പോലെയുള്ള തീരദേശ നഗരങ്ങൾ വലിയ വ്യാപാര കേന്ദ്രങ്ങളായി കാലത്ത് വളർന്നു വന്നു. ഇവിടങ്ങളിൽ ഗോഡൗണുകൾ, നികുതി ചുമത്തൽ കേന്ദ്രങ്ങൾ, കയറ്റുമതി ഇറക്കുമതി സാങ്കേതികതകൾ തുടങ്ങിയവ അവർ സ്ഥാപിച്ചു. അതുപോലെ വ്യവസായ രംഗത്ത് ജൂട്ട് ഉൽപ്പന്നങ്ങൾ, കയറ്, ചാമരം, തൂമ്പ എന്നിവയുടെ പ്രാഥമിക ഉൽപ്പാദന കേന്ദ്രങ്ങൾ അവർ നിർമ്മിച്ചു. അതുവഴി പ്രാദേശിക തൊഴിലവസരങ്ങളും വർദ്ധിച്ചു. ഡച്ച് ഭരണത്തിന് കീഴിൽ വ്യാപാര സാധനങ്ങൾക്കും കൃഷിക്കുള്ള നികുതി സംവിധാനങ്ങൾ ക്രമീകരിച്ചു. കൊച്ചിയിൽ അവർ സ്വകാര്യ നികുതി ചുമത്തുകാരെ നിയോഗിക്കുകയും ചെയ്തു. ഇത് പൗരജീവിതത്തിൽ വലിയ നിയന്ത്രണം വർദ്ധിപ്പിച്ചു. ദാരിദ്ര്യത്തിനും അതുവഴിയുള്ള പട്ടിണിക്കും ക്ഷാമത്തിനും ഒക്കെ അത് ഇടവരുത്തുകയും ചെയ്തു. ചില മേഖലകളിൽ നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ, അത് നടപ്പിലാക്കിയതായിട്ടും ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ മാത്രമല്ല, അവർ ധാരാളം തുരുത്തുകൾ നിർമ്മിച്ചിട്ടുണ്ട്, ജലഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, തുറമുഖങ്ങളിൽ നവീന ഉപകരണങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെ അവരുടെ വ്യാപാര രംഗത്തേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് ഒരുപാട് പ്രയാസങ്ങൾ മറുഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ സംഭാവനകളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി കേരളത്തിലെ ഡച്ചുകാരുടെ പതനത്തിനുള്ള കാരണങ്ങളാണ് നമ്മളോട് ചോദിക്കുക. ഒന്ന് മാർത്താണ്ഡവർമ്മയുടെ പ്രതിരോധവും വിജയവുമാണ്. കാരണങ്ങളിൽ ഡച്ചുകാരുടെ കേരളത്തിലുള്ള പതനത്തിനുള്ള കാരണങ്ങളിൽ ഒന്നെന്താണ്, മാർത്താണ്ഡവർമ്മയുടെ പ്രതിരോധവും വിജയവുമാണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ആരെ പരാജയപ്പെടുത്തി? ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. ഇതിൽ ഡച്ചുകാരെ ശക്തമായ തിരിച്ചടി തന്നെ നേരിട്ടു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു യൂറോപ്യൻ രാജ്യത്തിനെതിരെ ഒരു ദേശീയ ഭരണാധികാരി ആദ്യമായിട്ട് വിജയം നേടുന്നത്, അല്ലെങ്കിൽ ഒരു ദേശീയ ഭരണാധികാരി ആദ്യമായിട്ട് പരാജയപ്പെടുത്തിയ യുദ്ധമാണിത്. 1741 കുളച്ചൽ യുദ്ധം. ആര് തമ്മിലാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ, തിരുവിതാംകൂർ തമ്മിൽ. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് തദ്ദേശീയ ശക്തിയുടെ ഉയർച്ച. അതായത് ഡച്ചുകാർ പ്രാദേശിക നാടുവാഴികാരെ ആശ്രയിച്ചിരുന്നു, എങ്കിലും അവർക്ക് ഉയർന്ന സ്ഥാനമോ പദവിയോ ഒന്നും നൽകിയിരുന്നില്ല. അപ്പോൾ ഇവരാർക്കെതിരായി? ഡച്ചുകാർക്കെതിരാവുകയും ഡച്ചുകാർക്കെതിരെ അവർ തിരിയുകയും ശക്തമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്തു. അപ്പോൾ അതും ആരുടെ തകർച്ചയ്ക്ക് കാരണമായി? ഡച്ചുകാരുടെ തകർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ ഇതൊക്കെയാണ്: ഒന്ന് മാർത്താണ്ഡവർമ്മയുടെ പ്രതിരോധവും വിജയവും, രണ്ട് തദ്ദേശീയ ശക്തികളുടെ ഉയർച്ച, മൂന്നാമത്തത് സാമ്പത്തിക തകർച്ചയും കമ്പനിയുടെ വീഴ്ചയും. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രതിസന്ധി നേരിട്ടു. കയറ്റുമതിയിൽ ലാഭം കുറയുകയും ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ അത് വലിയൊരു സാമ്പത്തിക തിരിച്ചടിയായിട്ട് മാറി. ആർക്ക്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. അങ്ങനെ 1799 ഔദ്യോഗികമായിട്ട് കമ്പനി തകർന്നു. അതോടെ കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും കമ്പനി മാറി. ഇനി നാലാമത്തത് കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വളർച്ചയാണ്. പുതിയ കമ്പനിയായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നപ്പോൾ അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആർക്കായില്ല? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കഴിഞ്ഞില്ല. അഞ്ചാമത്തത് പരസ്പരമുള്ള യൂറോപ്യൻ യുദ്ധങ്ങളാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ. ഇങ്ങനെ 5 കാരണങ്ങളാണ് കേരളത്തിൽ ആരുടെ പതനത്തിനുള്ള കാരണമായിട്ട് പറയുന്നത്? ഡച്ചുകാരുടെ പതനത്തിനുള്ള കാരണമായിട്ട് പറയുന്നത്. ഒന്നെന്താണ്? മാർത്താണ്ഡവർമ്മയുടെ പ്രതിരോധവും വിജയവും. രണ്ടാമത്തത് തദ്ദേശ ശക്തികളുടെ ഉയർച്ച. 3 സാമ്പത്തിക തകർച്ചയും കമ്പനിയുടെ വീഴ്ചയും. നാലാമത്തത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉയർച്ച. 5 പരസ്പരമുള്ള യൂറോപ്യൻ യുദ്ധങ്ങൾ. ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കേട്ടോ. ഇനി അടുത്തൊരു യൂണിറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.